ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൈക്രോ ഇക്കണോമിക്സിലെ ഡിമാൻഡുമായി ബന്ധപ്പെട്ട ചെറിയ കോൺസെപ്റ്റുകളായിരുന്നു. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് കാർഡിനൽ, ഐ മീൻ നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അതിൽ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് പ്രധാനമായിട്ടും കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, റിവീൽഡ് പ്രിഫറൻസ് തിയറി പോലെയുള്ള ചെറിയ ഏരിയാസ് ആണ്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് നമ്മൾ പൊതുവെ വിളിക്കുന്ന മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പേരാണ് മാർഷേലിയൻ യൂട്ടിലിറ്റി എന്നുള്ളത്. മാർഷേലിയൻ യൂട്ടിലിറ്റി നമ്മളത് വിളിക്കാനുള്ള കാരണം ബേസിക്കലി ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ഒരു ഇക്കണോമിസ്റ്റ് ആണ് ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഡെവലപ്പ് ചെയ്തതിൽ പ്രധാനമായിട്ടും നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ ആൽഫ്രഡ് മാർഷലാണ് പ്രധാനമായിട്ടും കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ജെവോൺസ്, വൽറാസ് തുടങ്ങിയ ആളുകളും ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും ആൽഫ്രഡ് മാർഷലാണ്. ഇനി ഈ തിയറിയിലാണ് നമ്മൾ യൂട്ടിൽസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പഠിക്കുന്നത്. യൂട്ടിൽസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നമ്മൾ പഠിക്കുന്നത്. യൂട്ടിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ, ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു മെഷർമെന്റ് ആണെന്ത് യൂട്ടിൽസ് എന്നുള്ളത്. അപ്പൊ ഈ തിയറി പറയുന്നത് യൂട്ടിലിറ്റിയെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ന്യൂമറിക്കലി നമ്പർ യൂസ് ചെയ്തിട്ട്, കാർഡിനൽ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു തിയറിയുടെ വക്താക്കൾ പറയുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ ഈ ഒരു തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 ഐഡിയ ആയിരുന്നത്, കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ അവർ റേഷണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണ് എന്നുള്ളത്. റേഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും യുക്തിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന, എപ്പോഴും യുക്തിപൂർവം കാര്യങ്ങൾ എടുക്കുന്ന ഒരു കൺസ്യൂമറുടെ റേഷണൽ എപ്പോഴും എന്തായിരിക്കും? എന്ത് മാക്സിമൈസ് ചെയ്യാനായിരിക്കും? യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആയിരിക്കും ഒരു കൺസ്യൂമർ ട്രൈ ചെയ്യുക. ഒരു പ്രൊഡ്യൂസർ എപ്പോഴും ട്രൈ ചെയ്യൽ എന്തായിരിക്കും? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും. ഇതാണ് രണ്ടു പേരുടെയും റേഷണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കൺസ്യൂമർ റേഷണൽ ആണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു കൺസ്യൂമർ എപ്പോഴും യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ, യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും. ഒരു പ്രൊഡ്യൂസർ റേഷണൽ ആണ് ഉദ്ദേശിക്കുന്നത്, ഒരു പ്രൊഡ്യൂസർ എപ്പോഴും അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു കാർഡിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റിയാണ്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പവറിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യൂട്ടിലിറ്റിയെ ഈ പറയുന്ന കാർഡിനൽ അനലിസ്റ്റുകൾ രണ്ട് തരത്തിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നായിരുന്നു ടോട്ടൽ യൂട്ടിലിറ്റി, മറ്റൊന്നായിരുന്നു മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ടോട്ടലി നമ്മൾ കൺസ്യൂം ചെയ്യുക വഴി നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ടോട്ടൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ആണ് ടോട്ടൽ യൂട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാലോ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒരു ഗുഡ് നമ്മൾ അധികം കൺസ്യൂം ചെയ്യുക വഴി നമുക്ക് കിട്ടുന്നതാണ്. സിമ്പിൾ ആയിട്ട് പറയും, നല്ല വിശന്നിരിക്കുന്ന സമയത്ത്, നല്ല ദാഹിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസ് കുടിക്കാന്ന് കൂട്ടിക്കോളൂ. ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസ് കുടിക്കാനായിട്ട്, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രം എടുക്കട്ടോ, ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് ഗ്ലാസ് മാംഗോ ജ്യൂസ് നമ്മൾ കുടിച്ച സമയത്ത് നമുക്ക് 30 യൂട്ടിലിറ്റി നമുക്ക് കിട്ടി, നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. രണ്ടാമത് ഗ്ലാസ് കുടിച്ച സമയത്ത് നമുക്ക് 40 യൂട്ടിലിറ്റി കിട്ടി, നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. പക്ഷെ മൂന്നാമത് കുടിക്കുമ്പോൾ എന്താവും? സ്വാഭാവികമായിട്ടും ഈ യൂട്ടിലിറ്റി കുറയും. കാരണം നമുക്ക് ദാഹം ശമിച്ചിട്ടുണ്ടാവും, യൂട്ടിലിറ്റി കുറഞ്ഞ് ഒരു 35ആയി. നാലാമത് കുടിച്ച സമയത്ത് യൂട്ടിലിറ്റി കുറഞ്ഞ് ഒരു 28ആയി. അഞ്ചാമത് കുടിച്ച സമയത്ത് 15ആയി. ഇങ്ങനെ യൂട്ടിലിറ്റി കുറഞ്ഞു വരും. ഇതിനെയാണ് നമ്മൾ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഇനി ഇതിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയായിരിക്കും? ഇതിന് ടി യു നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ടി യു സമം 30 + 40 80. ഇത് മൊത്തം നമ്മൾ ആഡ് ചെയ്യുന്നതാണ് എന്ത്? ടി യു എന്ന് പറഞ്ഞാൽ 30, 40, 35, 28, 15 ഒക്കെ ആഡ് ചെയ്താൽ നമുക്കൊരു 105ആണ് കിട്ടുന്നത്. ഇതൊരു ഞാൻ ജസ്റ്റ് പറയാട്ടോ, 105 105 ആവണമെന്നില്ല, 105ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതാണെന്ത്? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതേസമയം നമുക്ക് ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അഡീഷണലി നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്ന സമയത്ത് വരുന്ന യൂട്ടിലിറ്റി. ഇപ്പോ 30, ഒരു ഗ്ലാസ് കുടിച്ചപ്പോൾ നമുക്ക് 30 കിട്ടി, രണ്ടാമത്തെ ഗ്ലാസ് കുടിച്ചപ്പോൾ 40 കിട്ടി. അപ്പൊ ഇവിടെ അഡീഷണൽ ചെയ്യുന്നതാണ് മാർജിനൽ
യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അത് 10 ആണ്. ഇത് 40 35 കുറഞ്ഞു, അപ്പൊ -5 ആണ് മാർജിനൽ യൂട്ടിലിറ്റി. 35 28 കുറഞ്ഞു, -7 ആണ് ഇവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി. അങ്ങനെ ഈ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അഡീഷണലി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത്. ഇനി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത് എന്താണ്? ഈ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും എന്നാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മുടെ കറക്റ്റ് മാത്ത് എടുത്ത് പോവുകയാണെങ്കിൽ അതെന്തായിരിക്കും? കുറഞ്ഞു വരും. ഇനി കൺസ്യൂമറുടെ കേസിൽ നമുക്ക് ഇക്വിലിബ്രിയം നമ്മൾ കണ്ടെത്താറുള്ളത് ഈ ഒരു കേസിൽ കേട്ടോ, നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ കണ്ടെത്താറുള്ളത് മാർജിനൽ യൂട്ടിലിറ്റി ഒബ്റ്റൈൻഡ് പെർ റുപ്പി സ്പെൻഡ് ഈസ് ഈക്വൽ അക്രോസ് ഓൾ കമ്മോഡിറ്റീസ്. അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു marginal utility of y divided by p of y is equal to marginal utility of z divided by p of z. ഇങ്ങനെ പോകും. അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഒരു കൊമ്മോഡിറ്റിയുടെ എക്സ് എന്ന് പറയുന്ന കൊമ്മോഡിറ്റിയുടെ മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് എന്തിനോട് ഈക്വൽ ആവണം? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ ഡിവൈഡഡ് ബൈ പി ഓഫ് വൈനോട് ഈക്വൽ ആവണം. അതെന്തിനോട് ഈക്വൽ ആവണം? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ പി ഓഫ് സെഡിനോട് ഈക്വൽ ആവണം. ഇങ്ങനെയാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം നമുക്ക് കണ്ടെത്താൻ പറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റിയിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുക. ഇത് വളരെ ബേസിക് ആണ്. എന്താ പറയുക, ഇങ്ങനത്തെ ഇത്രയും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. പക്ഷെ നമുക്ക് ഹയർ സ്റ്റേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ പറഞ്ഞ പോലെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ ഡിവൈഡഡ് ബൈ പി ഓഫ് വൈ ഇസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എം എന്നുള്ള. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണിക്ക് ഈക്വൽ ആകുന്ന രൂപത്തിൽ ഇങ്ങനെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ടാവുമ്പോഴാണ് നമുക്കതിനെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ അറ്റൈൻ ചെയ്യുക എന്ന് പറയാൻ പറ്റുക. അപ്പൊ കാർഡിനൽ അപ്രോച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കേസ് ആണെന്ത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണല്ലേ. അതിന്റെ റീസൺ നമുക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റും. അതായത് അതിന്റെ റീസൺ ബേസിക്കലി ഡിമാൻഡ് കർവ് ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഇത്, എന്നാൽ ജസ്റ്റ് പറയാണ്. ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗിലേക്ക് ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ അത് മറ്റൊന്നുമല്ല, അത് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ് എന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. സോ ബിക്കോസ് ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ് ഡിമാൻഡ് കർവ് നെഗറ്റീവ്ലി സ്ലോപ്പ് ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ. അപ്പൊ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഈ കാർഡിനൽ യൂട്ടിലിറ്റിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഒന്നെന്താണ്? ഇത് ന്യൂമറിക്കലി നമുക്ക് യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രധാനപ്പെട്ട അസംഷൻ ഇവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ന്യൂമറിക്കലി നമ്മുടെ യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ പറ്റുമോ റിയൽ വേൾഡിൽ? ഇല്ല. ഒരു മാംഗോ ജ്യൂസും ഒരു ആപ്പിൾ ജ്യൂസും ഒരു പൈനാപ്പിൾ ജ്യൂസും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസ് കുടിച്ച സമയത്ത് നമുക്ക് 10 സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഒരു ആപ്പിൾ ജ്യൂസ് കുടിച്ച സമയത്ത് 20 കിട്ടി. ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ച സമയത്ത് 8 കിട്ടി എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതൊരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ആണ് യൂട്ടിലിറ്റി എന്നുള്ളത്. ഇറ്റ് ഈസ് ബേസിക്കലി എ സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്. അപ്പൊ അതിനെ നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ഇവരുടെ ഫസ്റ്റത്തെ ഒരു പ്രധാനപ്പെട്ട അസംഷൻ, ഒരു ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ഒരു തിയറിയിൽ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ പ്രൈസ് എഫക്റ്റിനെ നമ്മൾ ഇൻകം എഫക്റ്റ് ആയിട്ടും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആയിട്ടും സ്ലസ്കി ഇക്വേഷൻ വഴി നമ്മൾ വേർതിരിക്കും. ഓക്കെ. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ അത് പോസിബിൾ ആയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ. അപ്പൊ ഈ ലിമിറ്റേഷനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, അത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്? അത് ഹിഗ്സ് ആൻഡ് അലൻ ആണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അത് പരീറ്റോ ആണ്.
ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് പാരീറ്റോ ആണ്. പാരീറ്റോയുടെ ഈ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന തിയറി ബേസ് ചെയ്തിട്ടാണ് ഹിഗ്സ് ആൻഡ് അലൻ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഡെവലപ്പ് ചെയ്യുന്നതും ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അപ്പോൾ ഈ ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ ബേസിക്കലി ഇവർ ചെയ്തിട്ടുള്ളത് കാർഡിനൽ യൂട്ടിലിറ്റിയുടെ നമുക്ക് യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ എന്ത് ചെയ്തു ഇവർ കൗണ്ടർ ചെയ്തു. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല, പകരം ഇൻസ്റ്റഡ് വി ക്യാൻ റാങ്ക് ദ പ്രിഫറൻസസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിഫറൻസസിനെ റാങ്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിളും ഓറഞ്ചും മാംഗോയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് മാംഗോക്കാണ്, അപ്പൊ ഫസ്റ്റ് റാങ്ക് കൊടുക്കാം. സെക്കൻഡ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് ആപ്പിളിനാണ്, സെക്കൻഡ് റാങ്ക് കൊടുക്കാം. തേർഡ് ഓറഞ്ചിനാണ്, തേർഡ് റാങ്ക് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിലൂടെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ട, ന്യൂമറിക്കൽ ആയിട്ടുള്ള കാർഡിനൽ നമ്പേഴ്സ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കോമ്പിനേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് കോമ്പിനേഷനിൽ 2 ആപ്പിൾ ജ്യൂസും അതുപോലെ 2 മാംഗോ ജ്യൂസും ഉണ്ടാവും. രണ്ടാമത്തെ കോമ്പിനേഷനിൽ 1 ആപ്പിൾ ജ്യൂസും 3 മാംഗോ ജ്യൂസും ഉണ്ടാവും. മൂന്നാമത്തെ കോമ്പിനേഷനിൽ 2 മാംഗോ 3 മാംഗോ ജ്യൂസും 3 ആപ്പിൾ ജ്യൂസും 3 ആപ്പിൾ ജ്യൂസും അതുപോലെ 3 ആപ്പിൾ ജ്യൂസും 1 മാംഗോ ജ്യൂസും ഉണ്ടാവും. അപ്പൊ നമ്മുടെ പ്രിഫറൻസ് ഏതാണ്, നമുക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ഈ ഒരു പ്രിഫറൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഇതാണ് എന്ത്, ബേസിക്കലി നമ്മൾ ഫസ്റ്റ് റാങ്ക് നമ്മൾ ഇതിന് കൊടുക്കുകയാണ്, സെക്കൻഡ് റാങ്ക് ഇതിന് കൊടുക്കുകയാണ്, തേർഡ് റാങ്ക് ഇതിന് കൊടുക്കുകയാണ്. ഇങ്ങനെ റാങ്കിൽ നമ്മൾ പ്രിഫറൻസിന് എടുക്കുന്നതാണ് എന്ത്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസിലൂടെ, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം. ഇനി ഈ തിയറി ബേസ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും 3 കോൺസെപ്റ്റിലാണ്. ഇൻഡിഫറൻസ് കർവ്, ബജറ്റ് ലൈന്, MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് നമുക്കറിയാം, ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് വിച്ച് ഗീവ് എ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ നമ്മൾ +2 മുതലേ പഠിച്ചു വരുന്നതാണ്. അപ്പൊ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 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 ഗുഡ്സ് ഒരു കർവാണ്. ഈ കർവിൽ എന്തുണ്ടാവും, ഒരുപാട് കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ഉണ്ടാവും. ഈ ഏത് കോമ്പിനേഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിലും അതിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കോമ്പിനേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയാം. ഇനി ബജറ്റ് ലൈൻ ആണെങ്കിലോ, ബജറ്റ് ലൈൻ ഇങ്ങനെയാണ് ഉണ്ടാവില്ലേ. ബജറ്റ് ലൈൻ ആണെങ്കിലോ നമുക്കൊരു ബജറ്റ് ലൈൻ ഇക്വേഷൻ അറിയാം, P1 x1 plus P2 x2 is equal to M അല്ലെ. അതായത് നമുക്ക് നമ്മുടെ ഗിവൺ ആയിട്ടുള്ള ഇൻകം യൂസ് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, നോർമലി ബജറ്റ് ലൈന് അല്ലെങ്കിൽ ബജറ്റ് ഇക്വേഷൻ എന്നൊക്കെ പറയാം. അപ്പൊ ബജറ്റ് ലൈൻ റെപ്രസെന്റ് ആൾ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് വിത്ത് ഗിവൺ ഇൻകം. നമ്മുടെ കയ്യിലുള്ള ഇൻകം എത്രയാണോ ആ ഇൻകം യൂസ് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും ഒരു ഇക്വേഷൻ രൂപത്തിൽ ഒരു ലൈനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ബജറ്റ് ലൈൻ. അപ്പൊ എവിടെയാണ് നമുക്ക് നമ്മൾ പറഞ്ഞ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് ഇക്വിലിബ്രിയം കണ്ടെത്തിയത്, MUX divided by P of X is equal to MUY divided by P of Y is equal to MUZ divided by P of Z. അതായത് എന്താ പറയാ, നമുക്ക് അഡീഷണലി കിട്ടുന്ന ഈ ഓരോ മാർജിനൽ യൂട്ടിലിറ്റീസും അതിൽ നമ്മൾ ചെലവഴിക്കുന്ന അതിന്റെ പ്രൈസും എന്തായിരിക്കണം, മറ്റുള്ളവയോട് ഈക്വൽ ആയിരിക്കണം. ഇതാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ പറഞ്ഞത്. ഓർഡിനൽ യൂട്ടിലിറ്റിയുടെ കേസിൽ അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവിന്റെ കേസിൽ നമുക്ക് ഇക്വിലിബ്രിയം കാണാൻ പറ്റുക, അത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂടി ടാൻജന്റ് ആവുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ഈ ഒരു പോയിന്റ് ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇക്വിലിബ്രിയം കണ്ടെത്താൻ പറ്റുക. സോ കൺസ്യൂമർ ഇക്വിലിബ്രിയം ഇൻ ഓർഡിനൽ യൂട്ടിലിറ്റി ഓർ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഈസ് occurs where budget line is tangent to indifference curve. ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനും ടാൻജന്റ് ആവുന്ന പോയിന്റിലാണ് എന്ത് ചെയ്യുക,
നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇനി നമുക്ക് ഈ ഒരു ബജറ്റ് ലൈനും അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവും ടാൻജന്റ് ആവുന്ന പോയിന്റ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ബജറ്റ് ലൈനിന്റെ സ്ലോപ്പാണ് പി എക്സ് ബൈ പി വൈ. പി എക്സ് ബൈ പി വൈ. ഓക്കെ, പ്രൈസിന്റെ ഗുഡ് എക്സിന്റെ പ്രൈസ് ഡിവൈഡ് പ്രൈസ്. ഇതാണ് ബജറ്റ് ലൈനിന്റെ സ്ലോപ്പ്. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് ആണ് എന്ത്? എം ആർ എസ് എക്സ് വൈ എന്നുള്ളത്. അപ്പോ ഇതിനെയാണ് നമ്മൾ പ്രൈസ് റേഷ്യോ എന്ന് പറയാ. ഇതിനെയാണ് നമ്മൾ പ്രൈസ് റേഷ്യോ എന്ന് പറയാ. ഇതിനെയാണ് നമ്മൾ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയാ. അപ്പോ ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റിൽ എന്തായിരിക്കും? രണ്ടിന്റെയും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ആ സ്ലോപ്പ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ എക്സ് വൈ ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ പി ഓഫ് വൈ എന്ന് നമ്മൾ പറയാം. അപ്പോ ഈ ഒരു തിയറിയെ നമ്മൾ മൊത്തത്തിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഓർഡിനൽ യൂട്ടിലിറ്റിയേക്കാൾ കാർഡിനൽ യൂട്ടിലിറ്റിയേക്കാൾ സുപ്പീരിയർ ആണ്. വൈ? നമ്മൾ പറഞ്ഞു കാർഡിനൽ യൂട്ടിലിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം ആയിരുന്നത് അത് ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ആയിട്ട് നമ്മുടെ പ്രൈസ് എഫക്റ്റിനെ കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ആയിട്ട് നമ്മൾ നമ്മുടെ പ്രൈസ് എഫക്റ്റിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ ഒരു തിയറി നമ്മൾ അതിന്റെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഓർഡിനൽ തിയറിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമർ ചോയ്സും മാർക്കറ്റ് ഡിമാൻഡും ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നൽകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ജസ്റ്റ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഒരു എക്സാമിന്റെ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. യൂട്ടിലിറ്റി മെഷർമെന്റ് കാർഡിനൽ യൂട്ടിലിറ്റിയിൽ എന്താണ്? അത് മെഷറബിൾ ആണ്. കാർഡിനൽ യൂട്ടിലിറ്റിയിൽ അത് മെഷറബിൾ ആണ്. ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ നമുക്ക് നമ്പറിൽ മെഷർ ചെയ്യാൻ പറ്റൂല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റാങ്ക് ചെയ്യാൻ പറ്റും. ഇനി കാർഡിനൽ യൂട്ടിലിറ്റിയിലെ പ്രധാനപ്പെട്ട ഇക്കണോമിസ്റ്റുകൾ ആരായിരുന്നു? മാർഷലും ജിവോൺസും ഒക്കെയാണ്. ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ അത് ഹിക്സ് ആൻഡ് അലൻ ആണ് പ്രധാനമായിട്ടുള്ളത്. ഇനി കാർഡിനൽ യൂട്ടിലിറ്റിയിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റിയ അത് മാർജിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി തിയറി ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുക ഇൻഡിഫറൻസ് കർവ് വെച്ചിട്ടാണ്. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷന്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എം യു എക്സ് ഇസ് ഡിവൈഡഡ് ബൈ പി എക്സ് ഇസ് ഈക്വൽ ടു എം യു വൈ ഡിവൈഡഡ് ബൈ പി ഓഫ് വൈ ഒക്കെയാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്നുള്ളത്. പക്ഷെ ഓർഡിനൽ തിയറിയിലാണെങ്കിലോ അത് എം ആർ എസ് ഇസ് ഈക്വൽ ടു പ്രൈസ് റേഷ്യോ. എം ആർ എസ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് ആണ്. പ്രൈസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് ബജറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണ്. യൂട്ടിലിറ്റി നമുക്ക് യൂട്ടിലിറ്റിയുടെ യൂണിറ്റ് നമുക്ക് കാർഡിനൽ തിയറിയിൽ കാണാൻ പറ്റിയ യൂട്ടിൽസ് എന്നുള്ളതാണ്. ഓർഡിനൽ തിയറിയിൽ നമുക്ക് കാണാൻ പറ്റുക നോ മെഷർമെന്റ്, കാര്യമായിട്ട് മെഷർമെന്റുകളൊന്നുമില്ല. കാർഡിനൽ യൂട്ടിലിറ്റി ലെസ് റിയലിസ്റ്റിക് ആണ്, ഓർഡിനൽ യൂട്ടിലിറ്റി മോർ റിയലിസ്റ്റിക് ആണ്. ഇനി ഡിമാൻഡിന്റെ കർവ് എന്തുകൊണ്ടാണ് താഴോട്ട് പോകുന്നത് എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ ആയിട്ട് കാർഡിനൽ യൂട്ടിലിറ്റി കൊടുത്തിട്ടുള്ളത് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി കൊടുത്തിട്ടുള്ളത് അത് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ് എന്നും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു പ്രധാനപ്പെട്ട എക്കണോമിക്സിൽ അല്ലെങ്കിൽ നമ്മുടെ UGC നെറ്റ് എക്സാമിന്റെ പെർസ്പെക്റ്റീവില് എപ്പോഴും ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ടർ ഡയമണ്ട് പാരഡോക്സ്. അപ്പൊ പൊതുവെ ഇതിന്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനപ്പുറത്തേക്ക് വാട്ടർ ഡയമണ്ട് പാരഡോക്സ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള, അല്ലെങ്കിൽ ഇപ്പോ 2025 ജൂണിലെ ക്വസ്റ്റ്യൻസിൽ വാട്ടർ ഡയമണ്ട് പാരഡോക്സ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വാട്ടർ ഡയമണ്ട് പാരഡോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കുറച്ച് പാരഡോക്സ് എക്കണോമിക്സിലുണ്ട്. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വൈരുദ്ധ്യം എന്നാണ് ബേസിക്കലി പാരഡോക്സിന്റെ അർത്ഥം. എന്താ എഴുതാത്തത്? ബേസിക്കലി വൈരുദ്ധ്യം എന്നാണ് ഒരു പാരഡോക്സിന്റെ അർത്ഥം. അതായത് നോർമലി നമ്മൾ പറയുന്ന തിയറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പാരഡോക്സ് എന്ന് പറയുക. അപ്പൊ വാട്ടർ ഡയമണ്ട് പാരഡോക്സ് എന്നുള്ളത് നിങ്ങൾ ആദ്യം, ഇതിന്റെ ഒരു തിയററ്റിക്കൽ ഏരിയാസ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, നമ്മൾ ജസ്റ്റ് പറയും. എന്നാലും പക്ഷെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആഡം സ്മിത്ത് ആണ് ഈ ഒരു തിയറി കാര്യമായിട്ട്
മുന്നോട്ട് വെച്ച ആള് ആഡം സ്മിത്ത് ആണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി വേറൊരു പാരഡോക്സ് ഉണ്ട്, പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. ഇത് ആര് കൊണ്ടുവന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു? പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് യെസ്, കെയ്ൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? വാട്ടർ ഡയമണ്ട് പാരഡോക്സ്, സോറി, പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആള്, വാട്ടർ ഡയമണ്ട് പാരഡോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആള് ആഡം സ്മിത്ത് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോ ഈ ആഡം സ്മിത്ത് ഈ വാട്ടർ ഡയമണ്ട് പാരഡോക്സിലൂടെ പറയാൻ ശ്രമിച്ചത്, നമുക്കറിയാം വാട്ടർ ആണോ, വെള്ളമാണോ, ജലമാണോ, അല്ലെങ്കിൽ നമ്മുടെ ഡയമണ്ട് ആണോ നമുക്ക് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്? നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്താ? വെള്ളാണല്ലേ. നമുക്ക് ഡയമണ്ട് ഇല്ലാതെ നമുക്ക് പടച്ചോൻ തന്നിട്ടുള്ള ആയുസ് എത്രയാണോ അത്രയും നമുക്ക് ജീവിച്ചു തീർക്കാൻ പറ്റും. നമുക്ക് ഡയമണ്ട് ഇല്ലാതെ, നമ്മൾ ആരെങ്കിലും ഇപ്പൊ ഡയമണ്ട് യൂസ് ചെയ്യുന്നോണ്ടാണോ നമ്മൾ ജീവിച്ചു പോകുന്നത്? അല്ലല്ലോ. പക്ഷെ അതേസമയം നമുക്ക് വെള്ളം ഇല്ലാതെ എത്ര ദിവസം നമുക്ക് ജീവിക്കാൻ പറ്റും? അല്ലെ, മാക്സിമം ഒരാഴ്ച, അതിനപ്പുറത്തൊക്കെ നമ്മൾ ഡീഹൈഡ്രേഷൻ സംഭവിച്ച് പാടെ ഇല്ലാണ്ടായി പോകും മനുഷ്യന്മാർ. പക്ഷെ അപ്പോ ഒരു സാധനത്തിന്റെ വില തീരുമാനിക്കുന്നത് അതിന്റെ യൂസ് ആണെങ്കിൽ നോർമലി പ്രൈസ് ഉണ്ടാവേണ്ടത് ആർക്കാണ്? വെള്ളത്തിനാണ്. അല്ലെ, വാട്ടറിന് ഹൈ യൂട്ടിലിറ്റി ഉണ്ട്, പക്ഷേ എക്സ്ചേഞ്ച് വാല്യൂ കുറവാണ്. ഡയമണ്ടിനാവട്ടെ യൂട്ടിലിറ്റി വളരെ കുറവാണ്. നമുക്ക് ഡയമണ്ട് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല, അതൊരു ജസ്റ്റ് കണ്ണിന് കുളിർമയുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്. അപ്പൊ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾക്ക് ഇതിന് ഒരു ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ വാട്ടർ ഡയമണ്ട് പാരഡോക്സ് അല്ലെങ്കിൽ ഡയമണ്ട് വാട്ടർ പാരഡോക്സ് എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഇവർക്ക് ശേഷം വന്നിട്ടുള്ള മാർജിനൽ യൂട്ടിലിറ്റി തിയറി അല്ലെങ്കിൽ മാർജിനലിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇക്കണോമിസ്റ്റുകൾ വന്നിട്ടുണ്ട്. മാർജിനലിസ്റ്റുകൾ, ഇവരാണ് എന്ത് ചെയ്തത്? ഇതിന് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി വെച്ചിട്ട് ഒരു ആൻസർ കൊടുത്തത്. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി അല്ല പ്രൈസിനെ തീരുമാനിക്കുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി ആണ് എന്നുള്ളതാണ് മോഡേൺ ഇക്കണോമിസ്റ്റുകൾ പറയുന്നത്. കാരണം എന്താ? വാട്ടർ ഒരുപാടുണ്ട് അല്ലെ, നമുക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ ജലം ഒരുപാട് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ മാർജിനൽ യൂട്ടിലിറ്റി വളരെ കുറവായിരിക്കും. ഡയമണ്ട് എന്താണ്? വളരെ സ്കെയർ ആണ്, അതങ്ങനെ കിട്ടുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് വാട്ടർ അത് ഡയമണ്ടിനേക്കാൾ കൂടുതലാണ്. പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഡയമണ്ട് അത് വാട്ടറിനേക്കാൾ കൂടുതലാണ്. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി അല്ല, മാർജിനൽ യൂട്ടിലിറ്റി ആണ് ഒരു സാധനത്തിന്റെ പ്രൈസ് തീരുമാനിക്കുന്നത് എന്നാണ് ഈ ഒരു തിയറി പ്രകാരം ഇവര് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിലേക്കും പോവാണ്. ഇൻകം എഫക്റ്റ് നമുക്കറിയാം, നമ്മൾ ഡിമാൻഡ് തിയറി പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ദർ ഇസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലെ. അതായത് പ്രൈസ് കുറയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. പ്രൈസ് കൂടുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈസ് കുറയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റീസൺ എന്താണ്? കാർഡിനൽ യൂട്ടിലിറ്റിയുടെ ആളുകൾ പറഞ്ഞു അത് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി കാരണമാണെന്നുള്ളത്. പക്ഷെ ഓർഡിനൽ യൂട്ടിലിറ്റിയുടെ ആളുകൾ ഈ ഒരു എഫക്റ്റിനെ, പ്രൈസിൽ വരുന്ന ഈ ഒരു ചേഞ്ചസ് കാരണം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ഈ ഒരു ചേഞ്ചസിനെ ഇൻകം എഫക്റ്റ് ആയിട്ടും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആയിട്ടും തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് കാരണം റിയൽ ഇൻകത്തിലെ അല്ലെങ്കിൽ പർച്ചേസിംഗ് പവറിൽ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഇൻകം എഫക്റ്റ് എന്ന് പറയാം. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറയുന്ന സമയത്ത് കൺസ്യൂമറുടെ റിയൽ ഇൻകം എന്ത് ചെയ്യും? കൂടും എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 150 രൂപ വിലയുള്ള ഒരു ഷവർമ, ടേക്ക് എൻ എക്സാമ്പിൾ, 150 രൂപ വിലയുള്ള ഒരു ഷവർമ, ഇത് നമ്മുടെ കയ്യിൽ 300 രൂപയുണ്ട്.
300 രൂപയുണ്ട്. നമുക്ക് എത്ര ഷവർമ്മ വാങ്ങിക്കാൻ പറ്റും ഇപ്പോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയൂ. 150 രൂപ വിലയുള്ള ഒരു ഷവർമ്മ ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര ഷവർമ്മ വാങ്ങിക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ 300 രൂപ ഉണ്ടെങ്കിൽ? അതെ, 2 ഷവർമ്മ വാങ്ങിക്കല്ലേ. നമുക്ക് ഇവിടെ 2 വാങ്ങിക്കാൻ പറ്റും. ഇനി പ്രൈസ് കുറഞ്ഞു, 150 ഉള്ളത് 100 പ്രൈസ് കുറഞ്ഞു. ടേക്ക് എൻ എക്സാമ്പിൾ. ഇപ്പൊ നമുക്ക് 300 രൂപക്ക് എത്ര ഷവർമ്മ വാങ്ങിക്കാൻ പറ്റും? എത്ര ഷവർമ്മ വാങ്ങിക്കാൻ പറ്റും? 3 വാങ്ങിക്കാൻ പറ്റും. ബേസിക്കലി നമ്മുടെ ഇൻകം കൂടിയിട്ടുണ്ടോ? നോമിനൽ ഇൻകം കൂടിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ റിയൽ ഇൻകം, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന പർച്ചേസിംഗ് പവർ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഇൻകം എഫക്റ്റ് എന്ന് പറയാ. അതായത് പ്രൈസ് ഫാൾ ചെയ്യുന്ന സമയത്ത് റിയൽ ഇൻകം കൂടും, റിയൽ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. ഇതാണ് എന്ത് ചെയ്യുന്നത്? നോർമൽ ഗുഡിന്റെ കേസിൽ സംഭവിക്കുക. ഈ ഇൻഫീരിയർ ഗുഡിന്റെ, വില കുറഞ്ഞ ഗുഡിന്റെ, ചീപ്പ് ഗുഡിന്റെ കേസിലാണെങ്കിലോ, പ്രൈസ് കുറയുന്ന സമയത്ത് റിയൽ ഇൻകം കൂടും, ഡിമാൻഡ് എന്ത് ചെയ്യും? ഫാളാണ് ചെയ്യുക എന്ന് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നല്ലോ. ഇൻഫീരിയർ ഗുഡിന് എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ നോർമൽ ഗുഡിന് എന്താ സംഭവിക്കുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ എത്ര മനസ്സിലാക്കി വെക്കുക, നോർമൽ ഗുഡിന്റെ കേസിൽ പ്രൈസ് കുറഞ്ഞാൽ റിയൽ ഇൻകം കൂടും, ഡിമാൻഡ് കൂടും. ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ഇൻകം കൂടും, ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഈ ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഗുഡിന്റെ, നമ്മുടെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഡിവിജി നെറ്റ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ പറയുന്ന ഇൻകം എഫക്റ്റ് ബേസിക്കലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നേച്ചർ ഓഫ് ഗുഡ് ആണ്. അതായത് ആ ഒരു ഗുഡ് നോർമൽ ഗുഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? നോർമൽ ലൈനിലായിരിക്കും നമുക്ക് പോകുന്നുണ്ടാവുക. ഗിഫൺ ഗുഡ് ആണെങ്കിൽ ഇൻകം എഫക്റ്റ് എന്തായിരിക്കും? ഗിഫൺ ഗുഡിന്റെ കേസിൽ ഇൻകം എഫക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനേക്കാൾ കൂടുന്ന പോസിറ്റീവ് ആയിരിക്കും. ഇത് നിങ്ങൾ ഇതുപോലെ പഠിച്ചു വെക്കണം കേട്ടോ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്താന്ന് പറയും. അതിന് മുമ്പ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് ഇൻകം എഫക്റ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് സ്ട്രോങ് ഇനഫ് ടു ഔട്ട്വെയ്റ്റ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെ ഔട്ട്വെയ്റ്റ് ചെയ്യാൻ മാത്രം സ്ട്രോങ് ആണെന്ത്? ഇൻകം എഫക്റ്റ്. എന്തിന്റെ കേസിൽ? ഗിഫൺ ഗുഡ്സിന്റെ കേസിൽ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, ഇനിയുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ഗുഡ്സ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? സബ്സ്റ്റിറ്റ്യൂഷൻ ഗുഡ്സും, സോറി, ഏതൊക്കെ ഗുഡ്സാണ് നമ്മൾ പഠിച്ചിരുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും പഠിച്ചിരുന്നു, കോംപ്ലിമെന്ററി ഗുഡ്സും പഠിച്ചിരുന്നു. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോ നമുക്ക് 2 പെന്നുണ്ട്. ഇപ്പൊ ലെക്സി 5 എന്ന് പറയുന്ന ഒരു പെന്നുണ്ട്, അതിന് 10 രൂപയാണ് വില. റെനോൾഡ്സ് എന്ന് പറയുന്ന ഒരു പെന്നുണ്ട്, 10 രൂപയാണ് വില. ഈ ലെക്സി 5ന്റെ പ്രൈസ് 10 രൂപയിൽ നിന്ന് 15 രൂപയായിട്ട് 10 രൂപയിൽ നിന്ന് 15 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലെക്സി 5ന്റെ ഡിമാൻഡ് കുറയും. നമ്മൾ ഡിമാൻഡ് തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. പകരം എന്ത് സംഭവിക്കും? റെനോൾഡ്സിന്റെ ഡിമാൻഡ് കൂടും. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ നമ്മൾ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയാണ് മറ്റൊരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ ചേഞ്ചസ് വരുത്തുന്നത് എന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് റിലേറ്റീവ് പ്രൈസസ് ഓഫ് ഗുഡ്. നമ്മുടെ റിയൽ ഇൻകവും യൂട്ടിലിറ്റിയും ഒക്കെ കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ഈ റെനോൾഡ്സിന്റെ ഡിമാൻഡ് കൂടാനുള്ള കാരണം കൺസ്യൂമറുടെ റിയൽ ഇൻകത്തിന് ചേഞ്ച് വന്നതുകൊണ്ടോ റെനോൾഡ്സിന്റെ യൂട്ടിലിറ്റിയിൽ ചേഞ്ച് വന്നതുകൊണ്ടോ ഒന്നും അല്ല. മറിച്ച് എന്താണ്? അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആയിട്ടുള്ള ലെക്സി 5ൽ ചേഞ്ച് വന്നതുകൊണ്ടാണ് അല്ലേ? അപ്പൊ ഇതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എഫക്റ്റ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയാം. വെൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫാൾസ്, ഇറ്റ് ബിക്കംസ് റിലേറ്റീവ്ലി ചീപ്പർ കമ്പയർഡ് ടു അതർ ഗുഡ്സ്. അപ്പൊ കൺസ്യൂമർ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചീപ്പർ ഗുഡ്സ് ഫോർ റിലേറ്റീവ്ലി എക്സ്പെൻസീവ് ഗുഡ്. ആസ് എ റിസൾട്ട് ദ ഡിമാൻഡ് ഫോർ ചീപ്പർ കമ്മോഡിറ്റി ഇൻക്രീസസ്. അതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടത്. ഒരു ഗുഡിന്റെ പ്രൈസ്, പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സിൽ ഒരു ഗുഡിന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യും? അവർ ചീപ്പർ ഗുഡിലേക്ക് എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. ഇഫ് പ്രൈസ് ഓഫ് ടീ ഫാൾസ്, കൺസ്യൂമർ മേ സബ്സ്റ്റിറ്റ്യൂട്ട് ടീ ഫോർ കോഫി.
നമുക്ക് ടീയും കോഫിയും ഉണ്ട്. നമ്മൾ രണ്ടും ഏകദേശം ഒരേ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണല്ലേ ടീയും കോഫിയും, അല്ലെ? അപ്പൊ ടീയുടെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ഡിമാൻഡ് ഓഫ് കോഫി? കോഫിയുടെ ഡിമാൻഡ് കുറയും. കാരണം ആളുകൾ എന്ത് ചെയ്യും? ടീ വാങ്ങിക്കാൻ തുടങ്ങും. ടീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടീ വാങ്ങിക്കാൻ തുടങ്ങും. ഇതാണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ത് ചെയ്യും? പ്രൈസ് ചേഞ്ചസിന്റെ ഓപ്പോസിറ്റ് ആണ്. പ്രൈസ് ഫാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്തായിരിക്കും? മോസ്റ്റ് ഓഫ് ദ കേസ് ഇറ്റ് നെഗറ്റീവ് ആയിരിക്കും. പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ കേസിൽ മോസ്റ്റ് ഓഫ് ദ കേസ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇൻഡിഫറൻസ് കർവില് നമ്മൾ പറഞ്ഞു, ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്താണ്? ജസ്റ്റ് ഒരാൾ പറയൂ ചാറ്റ് ബോക്സിൽ. സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. MRS അല്ലെ? സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ആണത് MRS. പോയോ സ്ലൈഡ്? ഓക്കെ, MRS. ഈ MRSന്റെ ഫുൾ എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ MRS വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇവിടെ പോവുകയാണെങ്കിൽ ബേസിക്കലി എന്താ സംഭവിച്ചത്? പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഗുഡ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്, അല്ലെ? ഇവിടെ ഗുഡ് വൈയും ഗുഡ് എക്സും ഉണ്ട്. ഇവിടെ എക്സ് ഇത്രയേ ഉള്ളൂ, വൈ ഇത്ര ഉണ്ട്. അതിനെ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ് നമ്മൾ ഇവിടെയും വൈ ഇതിലേക്ക് നമ്മൾ കുറക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിഫറൻസ് കർവിന്റെ ഈ നെഗറ്റീവ് സ്ലോപ്പിൽ, അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവിന്റെ ഈ താഴേക്ക് പോകുന്ന നെഗറ്റീവ് സ്ലോപ്പിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി ഒന്നും കൂടി റിസെന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്നുള്ളത്. റിസെന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വന്നതൊന്നല്ല കേട്ടോ. 1938, ഏകദേശം ഒരു 90 വർഷങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ നമുക്ക്, അല്ലെങ്കിൽ 88 വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള തിയറിയാണ് പോൾ എ സാമുവൽസന്റെ റിവീൽഡ് പ്രിഫറൻസ് തിയറി. ഇതിന്റെ ഡേറ്റ് നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ ആദ്യം വന്നത് ഏതാണ്? കാർഡിനൽ യൂട്ടിലിറ്റി. കാർഡിനൽ യൂട്ടിലിറ്റി പ്രധാനമായിട്ടും കൊണ്ടുവന്ന ആരാണ്? മാർഷൽ. രണ്ടാമത് വന്നതാണ് എന്ത്? ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, അല്ലെങ്കിൽ ഓർഡിനൽ എന്ന് പറയാം. ഓർഡിനൽ തിയറി ആരാ കൊണ്ടുവന്നത്? വൈൽറാസ്. ഇനി ഇൻഡിഫറൻസ് കർവ് ആരാ കൊണ്ടുവന്നത്? ഹിഗ്സ് ആൻഡ് അലൻ എന്നും നമ്മൾ പറഞ്ഞു. ഇനി റിവീൽഡ് പ്രിഫറൻസ് തിയറി ആരാ കൊണ്ടുവന്നത്? പോൾ എ സാമുവൽസൺ. ഓക്കെ, ഇതാണ് ഇതിന്റെ ക്രോണോളജി. അപ്പൊ പോൾ എ സാമുവൽസന്റെ ഇയർ ഏതായിരുന്നു? പോൾ എ സാമുവൽസന്റെ ഇയർ 1938 പോൾ എ സാമുവൽസൺ റിവീൽഡ് പ്രിഫറൻസ് തിയറി കാർഡിനൽ യൂട്ടിലിറ്റിക്കും ഓർഡിനൽ യൂട്ടിലിറ്റിക്കും എന്താ പറയാ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സാമുവൽസൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നും കൂടി സയന്റിഫിക്കൽ ആക്കാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടി സൈക്കോളജിക്കൽ കോൺസെപ്റ്റിനെ ഒക്കെ യൂട്ടിലിറ്റിയിലേക്ക് കൊണ്ടുവന്ന് ഒന്നും കൂടി സയന്റിഫിക്കൽ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അദ്ദേഹം ശ്രമിച്ചത്. ഈ തിയറി പ്രകാരം കൺസ്യൂമർ എന്ത് ചെയ്യും? റിവീൽ ചെയ്യും. ഏതൊരു സിനിമയിലൊക്കെ റിവീൽ യുവർ സെൽഫ്, സിനിമയിൽ, ഹോളിവുഡ് സിനിമയിൽ ഒരു ഐക്കോണിക് ഡയലോഗ് ഉണ്ട്. റിവീൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെ? നമ്മൾ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്, ഇതാണ് എന്റെ പ്രിഫറൻസ്. റിവീൽഡ്, കാണിച്ചു കൊടുക്കുന്ന പ്രിഫറൻസ് എന്നാണ് ആ വേർഡ്, ആ വേർഡിന്റെ തന്നെ അർത്ഥം. അപ്പൊ കൺസ്യൂമർ ബേസിക്കലി ഇതിന്റെ ഐഡിയ എന്ന് പറഞ്ഞാല് 2 ബണ്ടിലുണ്ട്. ആലോചിച്ചോളൂ. ഇപ്പോ ഒരു ബണ്ടില് 2 ഷവർമയും 3 ഷവായയും ഉണ്ട്. മറ്റൊരു ബണ്ടില് 5 ഷവായയും ഒരു മാംഗോ ജ്യൂസും ഉണ്ട്. ഇത് 2 ബണ്ടിലാണ്. ഈ കൺസ്യൂമർ ബണ്ടിൽ 2 സെലക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ സാമുവൽസൺ പറയുന്നത് കൺസ്യൂമർ റിവീൽഡ് ഹിസ് പ്രിഫറൻസ്. കൺസ്യൂമർ എന്ത് ചെയ്തു? അയാളുടെ പ്രിഫറൻസ്, അയാൾക്ക് എന്താണോ താല്പര്യം അത് റിവീൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമുക്ക് റിവീൽഡ് പ്രിഫറൻസസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. The theory assumes that consumers are rational and consistently choose
മോസ്റ്റ് പ്രിഫേർഡ് കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് വിത്തിൻ ദ ബജറ്റ് കൺസ്ട്രെയിൻ. കൺസ്യൂമേഴ്സ് എന്താണ്? ദേ ആർ റേഷണൽ. അപ്പൊ ഇവരും പറഞ്ഞത് ബേസിക്കലി കൺസ്യൂമേഴ്സ് റേഷണൽ ആണ് എന്നുള്ളതാണ്. അപ്പൊ റേഷണൽ ആയ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? അവരുടെ ബജറ്റ് എത്രയാണോ ആ ബജറ്റിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അവർക്ക് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സാധനങ്ങൾ എന്ത് ചെയ്യും? അവര് എടുക്കും എന്നുള്ളതാണ് അവരതുകൊണ്ട് എന്ത് ചെയ്തത്? ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി സപ്പോസ് ഒരു കൺസ്യൂമറിനെ ജസ്റ്റ് ഒന്ന് മാറ്റിട്ടെ മക്കളെ. ഓക്കെ, സപ്പോസ് ഒരു കൺസ്യൂമറിന് എയും ബിയും ഉണ്ട്, രണ്ട് ബണ്ടിലുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. കൺസ്യൂമർ അതിൽ എ ചൂസ് ചെയ്തു എന്നാണ്, നമുക്ക് എ ആണ് സെലക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എ റിവീൽഡ് പ്രിഫേർഡ് ടു ബി. എ ഈസ് സെഡ് ടു ബി റിവീൽഡ് പ്രിഫേർഡ് ടു ബി. എ ആണ് എന്ത് ചെയ്യുന്നത്? ബിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് റിവീൽ ചെയ്ത പ്രിഫറൻസ് എന്ന് പറയാൻ പറ്റും. ഈ തിയറി പറയുന്നത് ആക്ച്വൽ മാർക്കറ്റ് ചോയ്സസ്, അതായത് നമുക്ക് റിയാലിറ്റിയിൽ എന്താണോ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് അതാണെന്ത് നമ്മുടെ തിയറി. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരുപാട് ഇൻഡിഫറൻസ് കെർവുകളോ അല്ലെങ്കിൽ ഇൻഡിഫറൻസ് ആവുന്ന സിറ്റുവേഷൻ ഒന്നും അല്ല. നമുക്ക് ഒരു കൺസ്യൂമറിന് എന്താണോ ഇഷ്ടം അയാൾ സെലക്ട് ചെയ്തു. അതിനർത്ഥം എന്താണ്? ഈ റിവീൽഡ് ഹിസ് പ്രിഫറൻസ്. എ ഈസ് സെഡ് ടു ബി റിവീൽഡ് പ്രിഫറൻസ് ടു ബി. എ എന്ന് പറയുന്ന കൊമ്മോഡിറ്റി, എ എന്ന് പറയുന്ന ബണ്ടിൽ എന്ത് ചെയ്തു? ബി എന്ന് പറയുന്ന ബണ്ടിലുമായിട്ട് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിവീൽ ചെയ്തിട്ടുണ്ട് അയാളുടെ പ്രിഫറൻസ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. ഫസ്റ്റ് താണെന്ത്? എ കൺസ്യൂമർ ആർ അസ്യൂമഡ് ടു ബി റേഷണൽ ആൻഡ് യൂട്ടിലിറ്റി മാക്സിമൈസിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺസ്യൂമർ എന്താണ്? അയാൾ റേഷണലുമാണ്, യൂട്ടിലിറ്റി മാക്സിമൈസ്, എപ്പോഴും യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്ന ഒരാളുമാണ്. അതുപോലെ തന്നെ പ്രിഫറൻസസ് കൺസിസ്റ്റന്റ് ആണ്. പ്രിഫറൻസസ് കൺസിസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതായത് ഒരു നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ എയും ബിയും സിയും ഉള്ള സമയത്ത് എ എന്ന് പറയുന്ന ബണ്ടിലാണ് ഇദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്തും ഇദ്ദേഹം എന്തെന്നെ ചൂസ് ചെയ്യുള്ളൂ? എ എന്ന് പറയുന്ന ബണ്ടിൽ തന്നെ ചൂസ് ചെയ്യുള്ളൂ. ഇതാണ് കൺസിസ്റ്റന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതൊരു സർക്കംസ്റ്റൻസിലും ഈ മൂന്ന് ബണ്ടിൽസും അവൈലബിൾ ആണെങ്കിൽ അദ്ദേഹം എന്താണോ ഒരു സർക്കംസ്റ്റൻസസിൽ സെലക്ട് ചെയ്തത് അത് തന്നെയായിരിക്കും അദ്ദേഹം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടത്. രണ്ടാമത്താണ് എന്ത്? ട്രാൻസിറ്റീവ് എന്നുള്ളത്. അതായത് ഇപ്പൊ നമുക്ക് എയും ഉണ്ട് ബിയും ഉണ്ട് സിയും ഉണ്ട്. എയും ബിയും മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഒരു കൺസ്യൂമർ എ ചൂസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാക്കട്ടോ, എയും ബിയും മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഒരു കൺസ്യൂമർ എ ചൂസ് ചെയ്തു. ബിയും സിയും മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഒരു കൺസ്യൂമർ ബിയും ചൂസ് ചെയ്തു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ബിനേക്കാൾ ഇയാൾ പ്രിഫർ ചെയ്യുന്നത് എ ആണ്, അല്ലെ? എയും ബിയും ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം എ പ്രിഫർ ചെയ്തു, ബിയും സിയും ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം ബി പ്രിഫർ ചെയ്തു. അപ്പൊ എയും ബിയും ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് എ ആയതുകൊണ്ട് വിച്ച് മീൻസ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ബിനേക്കാൾ പ്രിഫർ ചെയ്യുന്നത് എ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ മൂന്ന് കോമ്പിനേഷനും കൂടി ഒരുമിച്ച് കൊടുക്കുകയാണ്, എ ബി സി എന്നുള്ളത് മൂന്നെണ്ണം ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അപ്പോഴും എന്തേ സെലക്ട് ചെയ്യുള്ളൂ? ഏതായിരിക്കും ട്രാൻസിറ്റീവ് ആണ് അദ്ദേഹം സെലക്ട് ചെയ്യുക? എ തന്നെ ആയിരിക്കും. ഇതാണ് ട്രാൻസിറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ടേസ്റ്റ്സും ഫിക്സഡ് ഇൻകമും ഈ അനാലിസിസിന്റെ സമയത്ത് സ്റ്റേബിൾ ആയിട്ടുള്ള ടേസ്റ്റ്സും ഫിക്സഡ് ആയിട്ടുള്ള ഇൻകവും എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹം അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് രണ്ട് അസംഷൻസ്, രണ്ട് ആക്സിയംസ് ഉണ്ട്. ഒന്ന് വീക്ക് ആക്സിയം, വാർപ്പ് എന്ന് പറയാം. രണ്ട് സാർപ്പ് അല്ലെങ്കിൽ സ്ട്രോങ് ആക്സിയം. രണ്ടും നമുക്ക് പറയാം. ഒന്നെങ്കിൽ വാർപ്പ് എന്ന് പറയുന്ന വീക്ക് ആക്സിയം അല്ലെങ്കിൽ സാർപ്പ് എന്ന് പറയുന്ന സ്ട്രോങ് ആക്സിയം. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. ഒരു മിനിറ്റ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് വാർപ്പ് വീക്ക് ആക്സിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഫ് എ കൺസ്യൂമർ ചൂസസ് A over bundle B when both are affordable, then a consumer
should not let choosers be over A when A is still affordable. അതായത് കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളതാണ് വീക്ക് ആക്സിയം പറയുന്നത്. കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് എയും ഉണ്ട് ബിയും ഉണ്ട്. രണ്ടും അഫോർഡബിൾ ആയിരുന്ന സമയത്ത് ഈ കൺസ്യൂമർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എ എന്ന് പറയുന്ന ബണ്ടിലിനെയാണ്. നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിൾ എടുത്തോളൂ കേട്ടോ. എ എന്ന് പറയുന്ന ബണ്ടിലിനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു സിറ്റുവേഷനിലും ഇദ്ദേഹം എന്തെന്നെ ചെയ്യണം? ഇദ്ദേഹം കൺസിസ്റ്റന്റ് ആയിരിക്കണം. എ എന്ന് പറയുന്ന ബണ്ടിൽ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യാൻ പാടുള്ളൂ? എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് കൺസിസ്റ്റൻസി കൊണ്ട് അല്ലെങ്കിൽ വാർപ്പ് കൊണ്ട്, വീക്ക് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി സ്ട്രോങ് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസസ് ആണെങ്കിലോ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടിയാണ് ഷാർപ്പ് എന്ന് പറഞ്ഞത്. വാർപ്പ് അല്ലെങ്കിൽ വീക്ക് ആക്സിയം എന്ന് പറഞ്ഞാൽ അത് കൺസിസ്റ്റൻസി പ്രോപ്പർട്ടിയാണ്. ഷാർപ്പ് അല്ലെങ്കിൽ സ്ട്രോങ് ആക്സിയം എന്ന് പറഞ്ഞാൽ അത് ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മൾ പറഞ്ഞു എ ബി സി ഇങ്ങനെയുണ്ട്. അപ്പൊ എയും ബിയും മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം എ ചൂസ് ചെയ്തു. ബിയും സിയും ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു? ബിനെ ചൂസ് ചെയ്തു. ഓക്കെ, ബേസിക്കലി എയും ബിയും ഉണ്ടെങ്കിൽ ഇദ്ദേഹം എന്തേ ചൂസ് ചെയ്യുള്ളൂ? എനെ ചൂസ് ചെയ്യുള്ളൂ അല്ലെ? അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പ്രിഫറൻസിൽ കണ്ടിട്ടുണ്ട്. അപ്പോ ഇനി ബിയും സിയും കൂടി ഉണ്ടെങ്കിലും ഇദ്ദേഹം എന്ത് ചെയ്യണം? ഓൾറെഡി ബിയും സി ഉള്ളപ്പോ ബിനെ പ്രിഫർ ചെയ്തിട്ടുണ്ട്, എയും ബി ഉള്ളപ്പോ എനെ പ്രിഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുള്ളൂ? സ്ട്രോങ് ആക്സിയം പറയുന്നത് പ്രകാരം ഹി വിൽ ചൂസ് ഓൺലി എ. ഇതാണ്, അതായത് ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടിയാണെന്ത്? ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടിയാണ് സ്ട്രോങ് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസ്. കൺസിസ്റ്റൻസി പ്രോപ്പർട്ടിയാണെന്ത്? വാർപ്പ്, വീക്ക് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. സ്ട്രോങ് ആക്സിയമും വീക്ക് ആക്സിയമും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് പോവാണ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താണ്? നമുക്കറിയാം, അത് ഇൻപുട്ടുകളെ നമ്മൾ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നത് ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൊഡക്ഷൻ എന്ന് പറയാം. ഇൻപുട്ടുകളെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന. അപ്പൊ എന്തൊക്കെയാണ് ഇൻപുട്ടുകൾ? അതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ? അപ്പൊ ലാൻഡിന് നമ്മൾ എന്താ കൊടുക്കുക? ജസ്റ്റ് നിങ്ങളൊന്ന് പറയൂ. ലാൻഡിന് നമ്മൾ എന്താ കൊടുക്കുക? ലാൻഡ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലാൻഡിന് എന്താണ് കൊടുക്കുക? എന്താ കൊടുക്കുക? റെന്റ് അല്ലേ? നമ്മൾ റെന്റ് കൊടുക്കും ലാൻഡ്. ലേബറിന് നമ്മൾ എന്താ കൊടുക്കുക? വേജ് കൊടുക്കും അല്ലേ? ലാൻഡ്, ലേബർ. ക്യാപിറ്റലിന് നമ്മൾ എന്താ കൊടുക്കുക? ഇൻട്രസ്റ്റ് കൊടുക്കും അല്ലേ? എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓണ്ടർപ്രണർക്ക് നമ്മൾ എന്താ കൊടുക്കുക? പ്രോഫിറ്റ് കൊടുക്കും അല്ലേ? ഇതാണ് 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റുകൾ. അപ്പോ ഇൻപുട്ടുകളെ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പൊ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പുകളെ മാത്തമാറ്റിക്കലി നമ്മൾ കാണിക്കുന്നതാണെന്ത്? ബേസിക്കലി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ Q ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എൽ കെ എൻ ടി. എൽ എന്ന് പറഞ്ഞാൽ ലേബർ ആണ്, കെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആണ്, ദെൻ എൻ എന്ന് പറഞ്ഞാൽ അത് ലാൻഡ് ആണ്, ടി എന്ന് പറഞ്ഞാൽ ടെക്നോളജി ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയാം. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോ ഇനി നമുക്ക് പ്രധാനമായിട്ടും ഇന്ന് നോക്കാനുള്ളത് 5 പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് ആണ്. പ്രധാനമായിട്ടും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
നമ്മുടെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മൈക്രോ ഇക്കണോമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ആണ് നമുക്ക് ഇന്ന് കവർ ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് എന്ത്? ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പറയാണ്, നമ്മൾ ഒരു പ്രൊഡക്ഷൻ നമ്മൾ നടത്തുന്നത് ഒരു 5 സെന്റ് സ്ഥലമുണ്ട്. ഈ 5 സെന്റ് സ്ഥലത്തിൽ നമ്മൾ 10 ലേബറും 5 ക്യാപിറ്റലും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ലേബറിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർഫെക്റ്റ് ആയിട്ട് ക്യാപിറ്റലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പെർഫെക്റ്റ് ആയിട്ട് ഈ 5 ക്യാപിറ്റലിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? 5 ക്യാപിറ്റലിന് പകരം 5 ലേബർ കൂടി നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇതാണെന്ത്? പെർഫെക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പരസ്പരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും പ്രൊഡക്ഷൻ നടത്താൻ, ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നർത്ഥം. അപ്പൊ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ എഴുതുന്നത് Q ഈസ് ഈക്വൽ ടു ആൽഫ എൽ ബീറ്റ കെ എന്നുള്ളതാണ്. Q എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്, L എന്ന് പറഞ്ഞാൽ ലേബർ ഇൻപുട്ട് ആണ്, K എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻപുട്ട് ആണ്, ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കോൺസ്റ്റൻസ് റെപ്രസെന്റിങ് പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലിന്റെയും പ്രൊഡക്ടിവിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രണ്ട് സംഖ്യകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഇനി ഇതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ കേസിൽ ഐസോകോണ്ടുകൾ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ? നമുക്ക് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ MRS നമ്മൾ എവിടെയാ പഠിച്ചത്? MRS എന്തിന്റെ സ്ലോപ്പ് ആയിരുന്നു? ജസ്റ്റ് പറയൂ, MRS എന്തിന്റെ സ്ലോപ്പ് ആയിരുന്നു? ഇൻഡിഫറൻസ് കർവ് അല്ലെ? അപ്പൊ MRTS എന്തിന്റെ സ്ലോപ്പ് ആണ്? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തിന്റെ സ്ലോപ്പ് ആണ്? എന്തിന്റെ സ്ലോപ്പ് ആയിരിക്കും? ഐസോകോണ്ടിന്റെ സ്ലോപ്പ് ആണ് അല്ലെ? അതായത് ലേബറും, എന്താണ് ഐസോകോണ്ട് എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് ഐസോകോണ്ട്? ഐസോകോണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ലേബറും ക്യാപിറ്റലും യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ നമ്മൾ കാണിക്കുന്ന ഒരു സംഭവമാണെന്ത്? ഐസോകോണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാപിറ്റലും ലേബറും യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ടുകളെ കാണിക്കുന്ന ഒരു ഗ്രാഫ് ആണ് എന്ത്? ഐസോകോണ്ട്. ഈ ഐസോകോണ്ടിന്റെ സ്ലോപ്പ് ആണ് എന്ത്? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടത്തെ MRTS എന്തായിരിക്കും? അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഒരു മെഷീൻ എന്ത് ചെയ്യാൻ പറ്റും? സെയിം വർക്ക് ഓഫ് 2 വർക്കേഴ്സ്. അതായത് ഒരു മെഷീൻ ഉണ്ട്, ഒരു ക്യാപിറ്റൽ ഉണ്ട്. ഈ ക്യാപിറ്റലിന്റെ വർക്ക് 2 ലേബേഴ്സിന് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ക്യാപിറ്റലിനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാക്ട്ലി 2 ലേബേഴ്സിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ലേബറും ക്യാപിറ്റലും തമ്മിൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. Isocont of a linear production function is a straight line downward sloping toward the origin. അതായത് ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ
അതെന്തായിരിക്കും? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒറിജിനിലേക്ക് വരുന്ന ഒരു കർവ് ആയിരിക്കും എന്നർത്ഥം. ഓക്കെ. ഇനി ഐസോകോണിന്റെ ഷേപ്പ് എങ്ങനെയാ ഉണ്ടാവുക? ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെയാണ് കേട്ടോ ഐസോകോൺ ഉണ്ടാവുക. ഇങ്ങനെയാണ് നോർമൽ ഐസോകോണ്ടുകൾ ഉണ്ടാവുക. ഒരു ഭാഗത്ത് ക്യാപിറ്റൽ ഉണ്ടാവും, ഒരു ഭാഗത്ത് ലേബർ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇൻപുട്ട് എക്സ് ഉണ്ടാവും, ഒരു ഭാഗത്ത് ഇൻപുട്ട് വൈ ഉണ്ടാവും. ഇതാണ് നോർമലി ഐസോകോണ്ട് കൊണ്ട്, അതായത് സെയിം പ്രോപ്പർട്ടി ഓഫ് ഇൻഡിഫറൻസ് കർവിനെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക. ഇനി മെയിൻ ഫീച്ചേഴ്സ് എന്താണ്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇൻപുട്ട് ക്യാപിറ്റലും അതുപോലെ തന്നെ ലേബറും തമ്മിൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. കോൺസ്റ്റന്റ് ആയിട്ടുള്ള MRTS ഉണ്ടാവും. സ്ട്രൈറ്റ് ലൈൻ ഐസോകോണ്ട് ആയിരിക്കും. ഫാക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. രണ്ടെണ്ണം തമ്മിലുള്ള ഇലാസ്റ്റിസിറ്റീസ് എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഏതൊക്കെ തമ്മിലുള്ളത്? ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള ഇലാസ്റ്റിസിറ്റീസ് ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ലിയോണ്ടി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഫിക്സഡ് പ്രപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയാറുള്ളത്. ലിയോണ്ടി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫാക്ടേഴ്സിന് ഫിക്സഡ് പ്രപ്പോർഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിയോണ്ടി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നേരത്തെ നമ്മൾ തിയറി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റി ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ലിറ്ററലി 0 ആയിരിക്കും. അതായത് ഇൻപുട്ടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂല. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റോഡിലൂടെ ഒരു കാറ് പോകണം എന്നുണ്ടെങ്കിൽ, ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എഞ്ചിന് വേണം, 4 ടയർ വേണം അല്ലേ? നമുക്ക് എഞ്ചിൻ ഇല്ല, പകരം 10 ടയർ ഉണ്ട്, അതുകൊണ്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ എഞ്ചിൻ ഉണ്ട്, നമുക്ക് ഒരു ടയർ ഉള്ളൂ, അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് 4 ടയറും ഒരു എഞ്ചിനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ ഒരു പ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള പ്രൊഡക്ഷനെയാണ് നമ്മൾ ലിയോണ്ടി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ആ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ എഴുതാറുള്ളത് Q ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് L ഡിവൈഡഡ് ബൈ ആൽഫ K ഡിവൈഡഡ് ബൈ ബീറ്റ എന്നുള്ളതാണ്. ലേബർ L ആണ്, K ക്യാപിറ്റൽ ആണ്, ആൽഫയും ബീറ്റയും എന്താണ്? ഫിക്സഡ് ടെക്നിക്കൽ കോഎഫിഷ്യൻസുകളാണ് എന്നർത്ഥം. ഈ മിനിമം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലിമിറ്റിംഗ് ഫാക്ടർ ആണ്. നിങ്ങൾ ഇന്റഗ്രേഷൻ ഒക്കെ പഠിച്ച സമയത്ത് നിങ്ങൾ ലിമിറ്റ് ടു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പഠിച്ചിട്ടുണ്ടാവും. ആ ലിമിറ്റിംഗ് ഫാക്ടർ ആണ് എന്ത്? മിനിമം എന്നുള്ള മിൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് 4 ടയർ ആൻഡ് 1 എഞ്ചിൻ അല്ലേ? നമുക്ക് എക്സ്ട്രാ ടയർ ഉണ്ട്, എഞ്ചിൻ ഇല്ല. 8 ടയർ ഉണ്ട്, പക്ഷെ എഞ്ചിൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ടയർ എക്സ്ട്രാ ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് കോമ്പിനേഷൻ, 4 ടയറും ഒരു എഞ്ചിനും എന്നുള്ള കോമ്പിനേഷൻ നമുക്ക് വേണം. അതുപോലെ തന്നെ മെയിൻ ഫീച്ചേഴ്സ് എന്താണ്? ഒന്ന്, ഫാക്ടേഴ്സ് ആർ ഫിക്സഡ് പ്രൊപ്പോർഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഇൻപുട്സ് പോസിബിൾ അല്ല. റൈറ്റ് ആംഗിൾ ഐസോകോൺസ് ആണ്. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് റൈറ്റ് ആംഗിൾ ഐസോകോൺസ്, ഇതാണ് റൈറ്റ് ആംഗിൾഡ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? 0 ആണ്. ടെക്നോളജി റിജിഡും ആണ്. ഇനി മൂന്നാമത്തെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഒരുപാട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മൈക്രോ ഇക്കണോമിക്സിൽ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെന്ത്? കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമുക്ക് കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ കീഴിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. സോ കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ബേസിക്കലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ചാൾസ് കോബും പോൾ ഡൗഗ്ലസും കൂടി ചേർന്നിട്ടാണ്. ആരൊക്കെയാണ്? ചാൾസ് കോബും പോൾ ഡൗഗ്ലസും ചേർന്നിട്ടാണ് കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ജനറൽ ഫോം ആണെന്ത്? Q ഈസ് ഈക്വൽ ടു A L റൈസ് ടു ആൽഫ K റൈസ് ടു ബീറ്റ. Q എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്, A എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ പാരാമീറ്റർ ആണ്, ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ അത് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആണ്. എല്ലും കെയും ലേബറും ക്യാപിറ്റൽ ആണ്.
അതായത് ഈ ഫംഗ്ഷൻ കാണിക്കുന്നത് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും സെർട്ടൈൻ പവേഴ്സിലേക്ക് നമ്മൾ റൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഓരോന്ന് നോക്കാം. എ എന്ന് പറഞ്ഞ ടെക്നോളജിക്കൽ പാരാമീറ്റർ ആണ്. അതായത് എഫിഷ്യൻസി ലെവൽ ഓർ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. ആ ഒരു സൊസൈറ്റിയിലെ ആ ഒരു ഇക്കോണമിയിലുള്ള ടെക്നോളജിയുടെ എഫിഷ്യൻസിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എ എന്നുള്ള ഫസ്റ്റത്തെ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എക്ക് നല്ല വാല്യൂ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത് നല്ല ടെക്നോളജിയാണ്, നല്ല പ്രൊഡക്ടിവിറ്റി ആണ് എന്നുള്ളതാണ്. ഇനി ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റീസ് ആയിട്ടുള്ള ആൽഫയും ബീറ്റയും ആണെങ്കിലോ അത് റെസ്പോൺസീവ്നെസ് ഓഫ് ഔട്ട്പുട്ട് ടു ചേഞ്ചസ് ഇൻ ഇൻപുട്ട്. ഇൻപുട്ടിൽ വരുന്ന ചേഞ്ചസുമായി ബന്ധപ്പെട്ട് ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ചസ് ആണ്. അതായത് ആൽഫ 0.7 ആണെങ്കിൽ അത് കാണിക്കുന്നത് എന്താണ്? ഒരു ഇൻക്രീസ് ഇൻ ലേബർ. ലേബറിനെ നമ്മൾ 1% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ് ബൈ 0.7%. 1% ഇൻക്രീസ് ലേബറിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? 0.7% എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും എന്നുള്ളതാണ് ഇതുകൊണ്ട് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഇത് വെച്ച് ചെയ്യാനുണ്ട്. അതായത് ആൽഫയും ബീറ്റയും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 1 ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഇനി ആൽഫയും ബീറ്റയും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഇനി ആൽഫയും ബീറ്റയും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ അത് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനൊരു ഇക്വേഷൻ എഴുതുന്നുണ്ട്. Q is equal to AL 0.4 K 0.7. ഇത് നെറ്റ് എക്സാമിന് നോർമലി ഇത് ചോദിക്കാറുണ്ട് പോലെ. ഇനി ഇത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണോ, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണോ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണോ? ജസ്റ്റ് ഒന്ന് ഇതെന്താണ്? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് അല്ലേ? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. അത് നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക? ഈ മുകളിൽ നമുക്ക് തന്നിട്ട് നമ്മൾ പറഞ്ഞു ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഇസ് ലെസ് ദാൻ 1 ആണെങ്കിൽ അതെന്താണ്? ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. അപ്പൊ നമ്മൾ നോക്കുക, ഇതാണ് ആൽഫ, ഇതാണ് ബീറ്റ, ഇത് തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. 0.4 പ്ലസ് 0.7 ഈസ് ഈക്വൽ ടു 1.1. അത് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? അപ്പൊ ഇതെന്താണ്? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. നിങ്ങൾക്കത് മനസ്സിലായോ? ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഈക്വൽ ടു 1 ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയാം. ആൽഫയുടെ വാല്യൂ ഈസ് 0.1, കെയുടെ വാല്യൂ ബീറ്റയുടെ വാല്യൂ 0.3. ഇത് ഇൻക്രീസിങ് റിട്ടേൺ ആണോ, ഡിക്രീസിങ് റിട്ടേൺ ആണോ, കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിൽ ആണോ? ഏതാണ്? 0.1ഉം
0.3യും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.1ഉം 0.3യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.4 എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ലെസ് ദാൻ 1 ഈസ് ഈക്വൽ ടു ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ ചെയ്യാറുള്ളത്. സോ ഇന്ന് ഇത്ര പോരെ? സോ ബാക്കി എടുക്കണോ? എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. നിങ്ങൾ എൻ്റെ ഗ്രൂപ്പിൽ എൻ്റെ നമ്പർ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് നോട്ടിഫൈ ചെയ്താൽ മതി ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ കേട്ടോ.